അവർ പറഞ്ഞ ഒരു ആക്ഷേപം ചെയർപേഴ്സൺ, ഞാനത് കേട്ടിരുന്നു, ചെയർപേഴ്സൺ ഇപ്പോഴെങ്കിലും വാ തുറന്നു. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ചെയർപേഴ്സൺ ഇച്ചിരൂടെ വാ അടയ്ക്കണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കെല്ലാം. കാരണം ചെയർപേഴ്സണ് ഒരു വാചാലയായി തന്നെ സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ നിങ്ങൾ പാലായിലെ പത്രപ്രവർത്തന രംഗത്ത് സുനിലാണേലും അനിലാണേലും നിങ്ങൾ രണ്ട് അനിൽമാരാണേലും എത്രയോ വർഷത്തെ പ്രവർത്തന പരിചയമുണ്ട്. എത്ര വർഷത്തെ എത്ര ചെയർമാന്മാരുടെ, എത്ര മഹാരഥന്മാരായ ചെയർമാന്മാരുടെ കൗൺസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവരെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ചെയർപേഴ്സന്റെ പ്രവർത്തന പരിചയം ഉണ്ട്. അത് ചെയർപേഴ്സന് പ്രായം കുറഞ്ഞു പോയതും ആ പറഞ്ഞ വ്യക്തിക്ക് ശതാബ്ദിയോ അല്ലെങ്കിൽ സപ്തതിയോ ഒക്കെ കഴിഞ്ഞു പോയതൊന്നും നമ്മുടെ ആരുടെ വ്യക്തിപരമായ കുറ്റമല്ല. അവർ നേരത്തെ ജനിച്ചു പോയതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ്. അതൊന്നും മാറ്റാൻ ഭരണപക്ഷത്തിൻ്റെ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളോ വെച്ച് അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ചെയർപേഴ്സൺ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഞാൻ ചോദിക്കില്ല, 2-3 കാര്യം മാത്രം ഞങ്ങൾ പറയുന്നു. ഒന്ന്, ഇവിടെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി അത് കൊണ്ടുവന്നതാരാ? മാണിസാർ. ഞങ്ങൾക്ക് തർക്കമില്ല, മഹാനായ മാണിസാർ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ആ പദ്ധതി പൂർണ്ണമായി പരാജയപ്പെട്ടു. 5.5 കോടി രൂപ മുടക്കി പാലാ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചുകൊണ്ട് ലക്ഷങ്ങൾ മുടക്കിയാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. നിങ്ങൾക്കെല്ലാവരും ലക്ഷങ്ങൾ മുടക്കി, മാധ്യമങ്ങളിൽ കൂടി പരസ്യം ചെയ്യുന്നതിനെതിരെ ലക്ഷങ്ങൾ ചിലവാക്കി. അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയി നിന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ കൊട്ടിഘോഷിച്ച് നടന്ന ഒരു ഉദ്ഘാടന മാമാങ്കത്തിന് ശേഷം പാലായിലെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും യാതൊരു പ്രയോജനവുമില്ലാത്ത രീതിയിൽ നോക്കുകുത്തിയായിട്ട് ലണ്ടൻ ബ്രിഡ്ജ് അവിടെ നിൽക്കുന്നു. ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അതിനോടനുബന്ധിച്ച് ഒരു തൂക്കുപാലം. ആ തൂക്കുപാലം മീനച്ചിലാറിൻ്റെ മറുകരയിലേക്ക് വരുമ്പോൾ തെക്കേക്കരയുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ലേലം ചെയ്തു പോകും. ഇപ്പോൾ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് ലേലം ചെയ്തു പോകാത്തത്. ലേലം ചെയ്തു പോകുന്നു. ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു ടാസ്ക് തന്നെയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ പറയും, ഇതൊന്നും മാണിസാറിനെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. പക്ഷേ ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റിപ്പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് കളരിയാമാക്ക പാലം മറ്റൊരു നോക്കൂത്തില്ല. നമ്മൾ പാലാ മുനിസിപ്പാലിറ്റിക്ക് അത് പറയാൻ കാര്യമുണ്ട്. കാരണം അതിൻ്റെ ഒരു വശം മുനിസിപ്പാലിറ്റിയാണ്, ഒരു വശമാണ് പഞ്ചായത്ത്. ആ പാലത്തിൻ്റെ അവസ്ഥ എന്നായിരുന്നു? പാലം പണി, അപ്രോച്ച് റോഡ് ഇല്ലാതെ ഒരു പാലം പണിയുന്നു. കേട്ടുകൾ വീട്, നമ്മളൊരു വീട് പണിയുമ്പോൾ ആ വീട്ടിലേക്കുള്ള വഴിയല്ലേ ആദ്യം നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മളെക്കാളും എത്രയോ സീനിയോറിറ്റിയുള്ള മഹാരാജനായ മാണിസാറിനെ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. ആർക്കും തെറ്റുപറ്റാം. അപ്പോൾ മാണിസാറിൻ്റെ ആ വലിയ സ്വപ്ന പദ്ധതി നോക്കുകുത്തിയായി പാലാ പാലായിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു പദ്ധതി, അതിനൊരു മരിച്ചു കിടക്കുന്ന ഒരു പദ്ധതി, അതിന് പുനർജീവൻ നൽകുന്നതിന് വേണ്ടി ഞങ്ങളൊരു പദ്ധതിയുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ അവരാക്ഷേപിക്കുന്നത് സാക്ഷാൽ മാണിസാറിനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. അവിടെ ലണ്ടൻ ബ്രിഡ്ജ് പറ്റി ചില അബദ്ധങ്ങളൊക്കെ പറ്റി. ഒരാൾക്കൊരു അബദ്ധം പറ്റിയെന്നോർത്തുകൊണ്ട് അതിനെ പിന്തുണയ്ക്കുന്നവർക്കും അതിനുശേഷം വരുന്ന ഭരണാധികാരികളും എല്ലാം ആ അബദ്ധങ്ങൾ പിന്തുടരണമെന്ന് ആരും പറയുന്നില്ലല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഇടതുപക്ഷം ഭരിച്ചു. അതിന് 10 വർഷക്കാലമായി സംസ്ഥാന സർക്കാർ ഇടതുപക്ഷം ഭരിക്കുന്നു. വർഷങ്ങളായി പാലാ മുനിസിപ്പാലിറ്റി ഈ കേരള കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന, ജോസ് കെ മാണി വിഭാഗം നേതൃത്വം കൊടുക്കുന്നവർ ഭരിക്കുന്നു. എന്തുകൊണ്ട് ഈ പദ്ധതിക്ക് ഒരു പുനർജീവൻ നൽകാൻ അവർക്ക് സാധിച്ചില്ല? ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന പോലെ മാണിസാറിൻ്റെ പിതൃത്വം അവകാശപ്പെടുന്ന രാഷ്ട്രീയ പിൻഗാമികൾ എന്ന് മേനി നടിക്കുന്നവർ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മാണിസാർ എന്ന അഭിമാനത്തോടെ പറയുന്നവർ ഞങ്ങളെല്ലാം പറയുന്നു. അവർ മാണിസാർ കൊണ്ടുവന്ന ആ ഒരു സ്വപ്ന പദ്ധതി, തങ്ങളുടെ പിതാവ് കൊണ്ടുവന്ന സ്വപ്ന പദ്ധതിയെ അട്ടിമറിക്കാൻ നിൽക്കുന്ന തലതെറിച്ച മക്കളായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ അവരെ കാണാൻ പറ്റുള്ളൂ. ഈ പദ്ധതി അവർ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് നടക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് അതിൽ മറ്റേതെങ്കിലും അലിഗേഷൻ വരുന്ന രീതിയിലുള്ള പ്രവർത്തനം ഒന്നുമല്ലല്ലോ ഞങ്ങൾ ചെയ്ത്. സുതാര്യമായ ഒരു പദ്ധതി, നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന ഒരു പദ്ധതി. അത് മീനച്ചിലാറിൽ നമ്മളൊക്കെ ചെറുപ്പം മുതൽ മീനച്ചിലാറിൽ നീന്തി കളിച്ച് വളർന്നവരാണ്. വെള്ളപ്പൊക്കത്തിനുമൊക്കെ മീനച്ചിലാറ്റിൽ കൂടെയൊക്കെ വള്ളത്തെ പോകുമ്പോഴുമൊക്കെ ഈ നോക്കുകുത്തിയായിട്ട് തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്ന 5.5 കോടിയുടെ പ്രോജക്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ഞങ്ങളെല്ലാം പാലക്കാരാണ്. ഞങ്ങൾ ഈ പാലായി ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ ഞങ്ങളൊരു നല്ല കാര്യത്തിന് വേണ്ടി, ഞങ്ങളിപ്പം ആർക്കും വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയല്ലല്ലോ ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുന്നത്. 1 വർഷത്തെ പ്രോജക്റ്റല്ല, 2 വർഷത്തെ പ്രോജക്റ്റല്ല. ഈ 5 വർഷ ഭരണകാലാവധിക്കുള്ളിൽ ഈ പദ്ധതി പൂർത്തീകരിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ പദ്ധതിക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പറയുന്നു, നിയമപരവും സാങ്കേതികവുമായ തടസ്സങ്ങൾ നീങ്ങിയാൽ ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കും. അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല. ഒരാളുടെയും സഹായം ഞങ്ങൾക്ക് വേണ്ട. സാമ്പത്തികമായ മാർഗങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവർ പറയുന്ന പോലെ 5 ലക്ഷം വെക്കണോ വേണ്ടോ എന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾ ഈ പദ്ധതി ഒരു DPR തയ്യാറാക്കി കഴിയുമ്പോൾ ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് 10 ലക്ഷം രൂപ മതിയായിരിക്കും DPR തയ്യാറാക്കാനായിട്ട്.
ഞങ്ങൾക്ക് പാലാ നഗരസഭയുടെ 7 കോടി രൂപ അല്ലെങ്കിൽ 5 കോടി രൂപ എടുത്ത് മുടക്കി ഈ തൂക്കുപാലം നിർമ്മിക്കുമെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല. അതിന് സാധിക്കുമെങ്കിൽ ഞങ്ങൾ തയ്യാറാകത്തുമില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് വ്യക്തമായ ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധമുണ്ട്. എങ്ങനെ ഈ പദ്ധതി പൂർത്തീകരിക്കാമെന്ന് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് പെട്ടെന്ന് ഒരു അച്ചടിച്ച് വായിച്ച ഒരു പദ്ധതിയല്ലത്. അതിന് ശരിയായ ഹോംവർക്ക് നടത്തിയിട്ടുണ്ട്. പാലാ നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ നിർദ്ദേശം ഞങ്ങൾക്ക് അതിന് മുന്നിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്രൈറ്റീരിയയിൽ ഇത് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആ അപ്രൂവൽ കിട്ടിയില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാൻ പ്ലാൻ ബി ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ രീതിയിൽ ഞങ്ങളൊരു പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ പാലാ നഗരസഭയിലെ ഒരു റോഡുകൾക്കും ലഭിക്കാനുള്ള അർഹതപ്പെട്ട തുക ഞങ്ങൾ നൽകാതിരിക്കത്തില്ല. ആ തുക ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച്, പ്രതിപക്ഷവുമായിട്ട് ആലോചിച്ച് ചെയ്യാനാണ് ഞങ്ങൾ നാളിതുവരെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇതുപോലെയുള്ള അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായാൽ, ഇതുപോലെയുള്ള നിഷേധാത്മക നിലപാടുമായിട്ട് കൗൺസിലിനും പുറത്തും വന്നാൽ അതിനെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും കൗൺസിലിലെ ഞങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചും എതിർത്ത് തോപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം. കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു, മുൻ ചെയർമാൻമാർ 5 പേര് പറഞ്ഞെന്ന്. 6 മാസം കൂടുമ്പോൾ ചെയർമാൻമാരെ മാറ്റിയാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത വർഷം കൊണ്ട് 12 ചെയർമാൻമാരെ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങളുടെ നിലപാട് അതല്ല. ഞങ്ങൾ ചെയർപേഴ്സന്മാരാരാണ്, ചെയർമാൻമാരാരാണ് എന്നുള്ളതല്ല. UDF ഞങ്ങൾ ഒരു മാനിറ്ററി ജനം തന്നിട്ടുണ്ട്. അത് അവരുടെ അഭീഷ്ടമനുസരിച്ച്, അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. പിന്നെ അവർ പറയുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിനോടല്ല ഞങ്ങൾക്ക് യോജിപ്പ്, വികസനത്തോടാണ്. പദ്ധതി നടപ്പാക്കണം തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. കെ മാണി സാറിന്റെ ഒരു സ്വപ്ന പദ്ധതി ഇപ്പോൾ 5.5 കോടി രൂപ ഇവിടെ വെറുതെ കിടക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മതിയായ വിഷമമുണ്ട്. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളൊരു പ്രൊജക്ട് കൊണ്ടുവരും. അത് ദയവ് ചെയ്ത് അത് മുടക്കരുതെന്ന് മാത്രമേ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിനോട് പറയാനുള്ളൂ. ഇതൊരു രീതിയിലും നടക്കത്തില്ല എന്നാണ് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളാണെങ്കിൽ ഇതിന്റെ ഫണ്ടിനെ പറ്റി ഞാൻ നേരത്തെയും ക്ലാരിഫൈ ചെയ്തായിരുന്നു, വീണ്ടും ക്ലാരിഫൈ ചെയ്യുകയാണ്. MP MLA ഉൾപ്പെടെ എല്ലാവരും നമുക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ഫണ്ടുള്ളതാണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന് നമുക്ക് ഫണ്ടുള്ളതാണ്. പാലാ നഗരസഭയുടെ 79 ലക്ഷം രൂപ വെച്ച് മാത്രം ഈ പദ്ധതി നടപ്പാക്കുന്ന കാര്യമല്ല. ഇതെല്ലാം നമ്മൾ ഫണ്ട് അത് പുറകെ നമ്മൾ കണ്ടെത്തുമെന്നും പറഞ്ഞിരുന്നു. നമ്മൾ എന്താ പറയുന്നത്, ഇതിന്റെ എല്ലാ പെർമിഷനും ഇതിന്റെ എല്ലാ ടെക്നിക്കലും ലോ സൈഡും പൂർത്തീകരിച്ച് മാത്രമേ ഈ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുകയെന്നും പറഞ്ഞിരുന്നു. ഇതിവിടെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്ത കാര്യമാണ്. അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഒരു കാര്യം കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ ഇത് പിണറായി വിജയൻ സാറ് തന്നെ ഇത് നാടിനെ സമർപ്പിച്ചൊരു പദ്ധതിയാണ്. ഇത് പൂർത്തീകരിക്കാൻ കഴിയാത്തതിന്റെ ഒരു ചിലപ്പോൾ ഞങ്ങൾ വന്ന് ചെയ്യുന്നതിന്റെ ഒരു വിഷമമായിരിക്കാം. ഞങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയമൊന്നുമല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്തായി എന്നുള്ളത്. നമ്മളുടെ ആവശ്യവും എപ്പോഴും അന്നും ഇന്നും വികസനം തന്നെയാണ്. അത് പാലായുടെ വികസനം തന്നെയാണ്. അത് മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ 14 കൗൺസിലേഴ്സും ഒറ്റക്കെട്ടായിട്ട് ജനങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയോടും കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പാലാ മുനിസിപ്പൽ കൗൺസിൽ പുതിയ നിലവിൽ വന്നതിന് ശേഷം ഈ ഭരണസമിതി ഏറ്റവും പാലായ്ക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും പാലായിലെ ജനങ്ങൾ അത് അങ്ങേയറ്റം പിന്തുണയിൽ വന്നതോടുകൂടി അവരെ സംബന്ധിച്ച് പുതിയ ഇലക്ഷൻ കാലവുമായപ്പോൾ അവർക്ക് എന്തെങ്കിലും പുതിയൊരു വിഷയമായിട്ട് മുമ്പോട്ട് കടന്നു വരേണ്ട ഒരാവശ്യമായി വന്നു. ഇലക്ഷൻ എടുത്തു വരിക, അപ്പം പ്രതിരോധിക്കണം എന്നുള്ള രീതി കൊണ്ട് അവർക്ക് ഈ വിഷയം കിട്ടാഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അതിനെതിരെ നിൽക്കുന്നത് എന്നാണ് തോന്നുന്നത്. പാലായിലെ ജനം ഇത് തിരിച്ചറിയുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളോടൊപ്പം അല്ല, ഈ ഭരണസമിതിയോടൊപ്പം അങ്ങേയറ്റം പാലാ മുനിസിപ്പാലിറ്റിയുടെ ഇതുവരെ ഏറ്റെടുത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജനം കൂടെ നിന്നിട്ടുണ്ട്. ഇനിയും കൂടെ നിൽക്കും. ആ കൂടെ നിൽക്കുന്നതിനുള്ള ആശങ്കയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ട് പ്രതിപക്ഷം മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവർ പറയുന്നത് ഇത് ശ്രീ കെ മാണി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ്. പക്ഷെ ഇപ്പോഴത്തെ ഭരണസമിതി പറയുന്ന രീതിയിൽ ഇത് നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ പ്രോജക്റ്റ് നമ്മൾ നടപ്പാക്കുന്നില്ല എന്നായിരുന്നു പ്രഖ്യാപിക്കുന്നതെങ്കിൽ ഇവരുടെ ഭാഗത്തുണ്ടായിരുന്ന പ്രതികരണം എന്താകുമായിരുന്നു? അപ്പോഴും ഇവർ പറയും കെ മാണി സാർ കൊണ്ടുവന്ന പദ്ധതിയിൽ നിന്ന് പാലാ മുനിസിപ്പാലിറ്റിയുടെ പുറകോട്ട് പോയി എന്ന് പറയുണ്ടായിരുന്നില്ലേ? നേരെ തിരിച്ച് ഇത് വിഷയം കണ്ടെത്തുന്നതാണ്. ഒറ്റ കാരണവശാലും ഇത് ജനം സ്വീകരിക്കില്ല. ജനം ഞങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഈ രീതിയിൽ അവർ ചിന്തിക്കാനും ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ വിഷയം കണ്ടെത്തുന്നത് മാത്രമാണെന്ന് ഞാൻ പറയുന്നു.